CJP സമരവേദിയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഭക്ഷണവും വെള്ളവും നൽകിയതിൽ വേട്ടയാടുന്നുവെന്ന് പോലീസ് കേസെടുത്ത UP സ്വദേശി മുഹമ്മദ് ജുനൈദ് കൈരളി ന്യൂസിനോട്. ജുനൈദ് സുർജിത് ഭവനിലെത്തി CPIM SFI നേതാക്കളെ കണ്ടു. ജുനൈദിന്റെ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും വി സദാശിവൻ MP അറിയിച്ചു. CJP സമരം ആരംഭിച്ചത് മുതൽ മുഹമ്മദ് ജുനൈദ് ജന്തർ മന്ദറിലുണ്ട്. സമരം നീണ്ടുപോയപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് ജുനൈദും കൂട്ടുകാരും ആഹാരം നൽകാൻ തീരുമാനിച്ചത്. സമരം അവസാനിക്കുന്നതുവരെ വിദ്യാർത്ഥികൾക്ക് ആഹാരവും വെള്ളവും നൽകി. വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകിയതിന്റെ പേരിൽ ജുനൈദിനെ വേട്ടയാടുകയാണ് ദില്ലി പോലീസ്. പട്ടികടിച്ചതിനെ തുടർന്ന് RML ആശുപത്രിയിലെത്തി വാക്സിൻ എടുത്ത് തിരികെ ജന്തർ മന്ദറിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറുമ്പോൾ യൂണിഫോമില്ലാതെ വന്ന പോലീസ് ജുനൈദിനെ കസ്റ്റഡിയിലെടുത്തു. ഒരു ദിവസം മുഴുവൻ കസ്റ്റഡിയിൽ വെച്ച് അടുത്ത ദിവസം കണ്ണുകൾ മൂടിക്കെട്ടി വാഹനത്തിൽ കൊണ്ടുപോയി. ദില്ലിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ജുനൈദിനെ പോലീസ് ഉത്തരാഖണ്ഡിൽ ഇറക്കിവിട്ടു. जुनैदिന്റെ കുടുംബക്കാരെയും വേട്ടയാടുന്ന നടപടിയാണ് സർക്കാരിന്റേത്. जो लोग समझ रहे हमारा अपराध सिर्फ ये है कि जो देश हित के लिए बच्चे वहाँ पर जुटे थे, राष्ट्र के हित के लिए वहाँ पर जुटे थे, उनको हमने पानी पिलाया. ये सिर्फ इसी बात से वो, जहाँ तक मैं समझता हूँ कि हमारे वहाँ पर जाने से और जो हिंदू मुस्लिम सिख ईसाई सब एकजुट हो रहे थे उसको वो ख़त्म करना चाहते थे, इसलिए हमें वहाँ से रिमूव करना चाहते थे. हमारे घर वालों को इसलिए उठाया, हमें खुद उठाया, खुद मुझे और मेरे साथी एक राशिद था उसको उठाया. വേട്ടയാടൽ തുടരുന്നതിനിടെയാണ് ജുനൈദ് CPIM SFI നേതൃത്വത്തെ കണ്ടത്. സഫ്തർ ഹാഷ്മിയെ കുറിച്ചുള്ള പുസ്തകമായ ഹല്ലാബുൽ ജുനൈദിന് നൽകി. നിയമ പോരാട്ടത്തിൽ പൂർണ്ണ പിന്തുണയും വി ശിവദാസൻ MP വാഗ്ദാനം ചെയ്തു. സഹായിച്ചവരെ വേട്ടയാടുന്ന ആളുകൾക്ക് മുമ്പിൽ കീഴടങ്ങില്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ഇന്നിവിടെ SFIക്കാരെ കാണുന്നതിന് വേണ്ടിയും SFI നൽകിയിട്ടുള്ള ഈ സമരത്തിലെ നേതൃത്വത്തെ കൂടി അംഗീകരിക്കുന്ന, അതിന് നൽകുന്ന ഒരു പിന്തുണയുടെ അടയാളമായിട്ട് നമ്മളോടൊപ്പം കൂടി എത്തിച്ചേർന്നിട്ടുള്ളത്. ആദിത്യനാഥിൻ്റെ സർക്കാരിൻ്റെ വേട്ടയാടൽ, നരേന്ദ്രമോദിയുടെ വേട്ടയാടൽ, അമിത്ഷായുടെ വേട്ടയാടൽ എല്ലാത്തിനെയും കൂട്ടായി നമുക്ക് ചെറുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിലവിൽ പോലീസ് നടപടിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ജുനൈദ്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ഐഷി ഘോഷ്, SFI ദില്ലി സംസ്ഥാന പ്രസിഡന്റ് സൂരജ് എന്നിവരും ജുനൈദിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.